ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു മലയാളി കുട്ടി സ്കൂളിൽ പോകാതെ അലഞ്ഞു തിരിഞ്ഞ് റോഡിൽ നടക്കുന്ന കാഴ്ച കാണാൻ പറ്റും. എന്നാൽ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ സ്ഥിതി, ഡൽഹി പട്ടണത്തിൻ്റെ സ്ഥിതി എന്താ? ഭൂമി ഇല്ലാത്ത ഇന്ന് ഇപ്പോൾ എത്ര ശതമാനം ആളുണ്ട്? ഭൂപരിഷ്കരണ നിയമം യാഥാർത്ഥ്യമാക്കി ഭൂമിയിലെ ഉടമയാക്കി മണ്ണിൻ്റെ മക്കളെ ആയി കേരളത്തിലെ ജനങ്ങൾ മാറിയില്ലേ? കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും നമ്മളെ ഇന്ത്യയിലെ ഭരണഘടനയിലുണ്ട്. അത് യാഥാർത്ഥ്യമാക്കിയത് കേരളത്തിലല്ലേ 57. അതെ. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു മലയാളി കുട്ടി സ്കൂളിൽ പോകാതെ അലഞ്ഞു തിരിഞ്ഞ് റോഡിൽ നടക്കുന്ന കാഴ്ച കാണാൻ പറ്റും. എന്നാൽ ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ സ്ഥിതി, ഡൽഹി പട്ടണത്തിൻ്റെ സ്ഥിതി എന്താ? ഭിക്ഷാപാത്രവുമായി നിൽക്കുന്ന ദാരുണമായ രംഗം നമ്മൾ കുഞ്ഞുങ്ങളെ കാണയില്ലേ? അതൊഴിവാക്കിയതാരാ? അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ ചെയ്യുമെന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ അവിടെ ഒന്ന് നടപ്പാക്കട്ടെ. ഇവിടെ ഈ പറയുന്ന ഓരോ സാമൂഹ്യ മാറ്റത്തിൻ്റെയും പിന്നിൽ ഇടതുപക്ഷ കരങ്ങളും ഇടതുപക്ഷ കൊടിയും ഇടതുപക്ഷ ഭരണവും ഉണ്ടെന്നുള്ള കാര്യം ചരിത്ര സത്യമാണ്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് വേണമെങ്കിൽ പറയാം, പക്ഷേ ജീവിത യാഥാർത്ഥ്യമാണ് ജനങ്ങളുടെ. തീർച്ചയായിട്ടും ഓരോ മാറ്റവും ഇവിടെ നടക്കുന്നു അവിടെ നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ആരാ? ഇവിടെ നടന്നതിൻ്റെ ഉത്തരവാദി നമ്മളല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദി. ഇത് ഇവിടെ ഉണ്ടായ മാറ്റത്തിന് ഞങ്ങൾക്കൊരു പങ്കുമില്ലെന്ന് 10 പേര് ഒന്നിച്ച് നിന്ന് പ്രതിപക്ഷത്തിലുള്ളവർ പ്രസംഗിച്ച ആ പ്രസംഗം കൊണ്ട് ആളുകൾ വിശ്വസിക്കും.